ഹായ് വെൽക്കം ബാക്ക് ടു എക്സൽ സ്കിൽ കോർണർ. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇഫ് ഫോർമുല. മൈക്രോസോഫ്റ്റ് എക്സൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫോർമുലയാണ് ഇഫ് വെച്ച് നമുക്ക് ഏതൊക്കെ സിനാരിയോയിൽ ചെയ്യാം. ഇപ്പോൾ എക്സാമ്പിൾ ഞാൻ ഇവിടെ ഒരു 5 സിനാരിയോസ് ആണ്, 3 വീഡിയോസ് ആയിട്ടാണ് നമ്മൾ റെക്കോർഡ് ചെയ്തിട്ടുള്ളത്. ഫസ്റ്റ് സിനാരിയോ പറയുന്ന ബേസിക് സിനാരിയോ ആണ്. നമുക്ക് റിസൾട്ട് വേണ്ടത് ഇപ്പോൾ ഇഫ് സാലറി ഇസ് മോർ ദാൻ 5,000 ഇറ്റ് ഷുഡ് ബി ട്രൂ, അതർവൈസ് ഫോൾസ്. ഇതെങ്ങനെ കണ്ടെത്താൻ നോക്കാം. അപ്പോൾ ഈക്വൽ ടു ഇഫ് ഫോർമുല ചെയ്തിട്ട് ഇപ്പോൾ നമുക്ക് സാലറി പറഞ്ഞ എമൗണ്ട് 5,001 ആണ് നടക്കുന്നത്. അത് നമുക്ക് സെൽ D10 സോ സെൽ D10 സെലക്ട് ചെയ്യുക. എന്നിട്ട് നമുക്ക് ഇവിടെ ഗ്രേറ്റർ ദാൻ എംബ്ലം ടൈപ്പ് ചെയ്തിട്ട് ഇപ്പോൾ നമ്മുടെ ക്രൈറ്റീരിയ കഴിഞ്ഞാൽ 5,000 ആണ്. 5,000 എബോവ് ആണെങ്കിൽ നമുക്ക് വേണ്ട ട്രൂ ആണ്. സോ ഇപ്പോൾ ഈ ദിസ് വാല്യൂസ് ഓക്കെ ആണെങ്കിൽ, കണ്ടീഷൻ ഓക്കെ ആണെങ്കിൽ നമുക്ക് വേണ്ട ട്രൂ ആണ്. അപ്പോൾ ആദ്യത്തെ ഓപ്ഷനിൽ വാല്യൂ ട്രൂ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. സെക്കൻഡ് ഓപ്ഷൻ പറയണതെന്ന് വെച്ചാൽ സെക്കൻഡ് വീണ്ടും അടുത്ത കോമ ടൈപ്പ് ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇപ്പോൾ ഫസ്റ്റ് കണ്ടീഷൻ മെറ്റ് ചെയ്തിരിക്കും. ദാറ്റ് മീൻസ് D10 ഗ്രേറ്റർ ദാൻ 5,000 അല്ലെങ്കിൽ നമുക്ക് വരേണ്ട വാല്യൂ ഫോൾസ് ആണ്. ഫോൾസ് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിവിടെ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ റിസൾട്ട് കിട്ടും. ഇപ്പോൾ നമ്മളിവിടെ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുമ്പോൾ നമുക്ക് കാണാം ട്രൂ ആണ്. ദാറ്റ് മീൻസ് ഇത് 5,001 ആണ്. ഇപ്പോൾ ഞാൻ വാല്യൂ ചേഞ്ച് ചെയ്യണം 4,999 ആയിട്ട് 999 ആയിട്ട് ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ഇത് ഫോൾസ് ആയിട്ട് വരും. ഈ സിനാരിയോ നമുക്ക് ഒരുപാട് എക്സലിൽ ഒരുപാട് ഫോർമുലാസ് എഴുതുമ്പോഴും അല്ലെങ്കിൽ പല റിപ്പോർട്ടുകളോ അല്ലെങ്കിൽ പല കാൽക്കുലേഷൻസിലും നമുക്ക് ഈ ഫോർമുല ആവശ്യമായി വരാറുണ്ട്. അതിൻ്റെ ബേസിക് കണ്ടീഷൻ എത്രയുള്ളൂ, നമ്മൾ ഒരു ലോജിക്കൽ ടെസ്റ്റ് ടൈപ്പ് ചെയ്യാണ് ഫസ്റ്റ്. അതായത് നമ്മൾ സെല്ല് ടൈപ്പ് ചെയ്യണു. അത് കഴിഞ്ഞ് നമുക്ക് അതിന് എന്തൊക്കെയാണ് കണ്ടീഷൻസ് വേണ്ടത് അത് ഇവിടെ ടൈപ്പ് ചെയ്യണം. ട്രൂ, ആദ്യത്തെ ട്രൂവും രണ്ടാമത്തെ ഫോൾസും. മറ്റൊരു സിനാരിയോ നമുക്ക് കാണാം. ഇപ്പോൾ നമുക്ക് ട്രൂ ഫോൾസിന് കൊടുത്തതിന് പകരം ഞാനൊരു മെസ്സേജാണ് ടൈപ്പ് ചെയ്യാൻ പോകുന്നത്. ദാറ്റ് മീൻസ് ഒരു സിനാരിയോ ഇപ്പോൾ സാലറി 5,000 മുകളിലാണെങ്കിൽ 5,000 എബോവ് ആണെങ്കിൽ നമുക്ക് വരേണ്ട മെസ്സേജ് എലിജിബിൾ ഫോർ ബോണസ് അല്ലെങ്കിൽ നോൺ എലിജിബിൾ ഫോർ ബോണസ്. ഈ സിനാരിയോ നമുക്ക് എപ്പോഴും ഇങ്ങനത്തെ സിനാരിയോകൾ വരാറുണ്ട്. ഇപ്പോൾ എക്സാമ്പിൾ സന്തോഷ് എന്ന വ്യക്തിയുടെ സാലറി 5,001 ആണ്. അപ്പോൾ ഇയാൾ എലിജിബിൾ ആണോ അല്ലെന്ന് നമുക്ക് ചെക്ക് ചെയ്യാം. ഇപ്പോൾ എക്സാമ്പിൾ ഇവിടെ നമ്മൾ ഫോർമുല ഈക്വൽ ടു ഇഫ് D12 ദാറ്റ് മീൻസ് 5,001 ഇസ് ലെസ് ദാൻ 5,000 ആണെങ്കിൽ നമുക്ക് ലെസ് ദാൻ ഗ്രേറ്റർ ദാൻ 5,000 ആണെങ്കിൽ നമുക്ക് വരേണ്ടത് എലിജിബിൾ ഫോർ ബോണസ് ആണ്. ഇതേ സംഭവം ഇപ്പോൾ ലെസ് ദാൻ കുറവാണെങ്കിൽ 5,000 കുറവാണെങ്കിൽ നമുക്ക് വരേണ്ടത് നോൺ എലിജിബിൾ ഫോർ ബോണസ് ആണ്. ഇപ്പോൾ നമ്മളിവിടെ ട്രൂവിന് പകരം നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നത് ഡബിൾ അപ്പോസ്ട്രോഫി കൊടുത്തിട്ട് എലിജിബിൾ ഫോർ ബോണസ് എന്ന് ടെസ്റ്റ് ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണ്. ഇപ്പോൾ എലിജിബിൾ ഫോർ നമുക്ക് ഏത് ടെസ്റ്റ് വേണമെങ്കിലും ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഇവിടെ ഫോർ ബോണസ് ടൈപ്പ് ചെയ്ത് കൊടുത്ത് ഡബിൾ അപ്പോസ്ട്രോഫി ക്ലോസ് ചെയ്യുക, കോമ, വീണ്ടും ഡബിൾ അപ്പോസ്ട്രോഫി ഓപ്പൺ ആക്കി കൊടുക്കുക. നമുക്ക് വേണ്ട അടുത്ത ടെസ്റ്റ് വേണ്ടതെന്ന് വെച്ചാൽ ഈ 5,000 താഴെയാണെങ്കിൽ നമുക്ക് വേണ്ടത് ഇയാൾക്ക് ബോണസിന് എലിജിബിൾ അല്ല. ആ മെസ്സേജാണ് നമുക്കിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നത്. നോൺ എലിജിബിൾ ഫോർ ബോണസിന് ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ട് ഡബിൾ അപ്പോസ്ട്രോഫി ക്ലോസ് ചെയ്യുക, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക. ഇപ്പോൾ നമുക്കിവിടെ മെസ്സേജ് ഓട്ടോമാറ്റിക്കായിട്ട് കിട്ടും. ഇപ്പോൾ നമുക്ക് ഇവിടെ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ 5,000 മുകളിലായതുകൊണ്ട് എലിജിബിൾ ഫോർ ബോണസിന് മെസ്സേജ് കിട്ടും. എൻ്റർ ചെയ്യുക, എലിജിബിൾ ഫോർ ബോണസ്. ഇത് സിനാരിയോ ഇപ്പോൾ നമുക്ക് കൺട്രോൾ D ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ഫോർമുല വർക്ക് ചെയ്യും. കാരണം നമുക്കിത് വർക്ക് ചെയ്തിട്ട് നമ്മൾ റിലേറ്റീവ് റെഫറൻസ് ആയതുകൊണ്ട് ഇപ്പോൾ നമ്മൾ എന്താണ് ഫിഗർ ഇവിടെ ചേഞ്ച് ചെയ്ത് കൊടുക്കുന്നത് അതിനെ ബേസ് ചെയ്തിട്ട് ഇവിടെ മാറിക്കൊണ്ടേയിരിക്കും. ഇത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ഓപ്ഷനാണ്. നമുക്ക് പലപ്പോഴും ഇങ്ങനത്തെ മെസ്സേജുകൾ ആവശ്യമായി വരാറുണ്ട്. അതുപോലെ അടുത്ത സിനാരിയോ പറഞ്ഞ കാൽക്കുലേഷനാണ്. നമുക്ക് എങ്ങനെ ഇതിൽ കാൽക്കുലേഷൻ ടൈപ്പ് ചെയ്യാം. ഇപ്പോൾ ഇതുപോലെ തന്നെ നമ്മൾ മുമ്പ് ടെസ്റ്റ് ചെയ്തു, ഈ ട്രൂ ഫോൾസ്, സെക്കൻഡ് നമ്മൾ മെസ്സേജ് ടൈപ്പ് ചെയ്തത്, മൂന്നാമത്തെ ഈ കാൽക്കുലേഷനാണ് നമ്മൾ ടൈപ്പ് ചെയ്യണത്. ഇപ്പോൾ ഒരു സിനാരിയോ വരാണ്. ഇപ്പോൾ എക്സാമ്പിൾ ഈ സാലറി ലെസ് ദാൻ 5,000 ആണെങ്കിൽ നമുക്ക് ആ എമൗണ്ട് 10% ആണ് ബോണസ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. മോർ ദാൻ ആണെങ്കിൽ അതിൻ്റെ 15% ആണ്. എത്രയാണ് സാലറി വിഡ്രോ ചെയ്യുന്നത് അതിൻ്റെ 15% ആണ് നമ്മൾ എമൗണ്ട് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇതെങ്ങനെ നമുക്ക് ഇവിടെ വർക്കൗട്ട് ചെയ്യാം. ഇപ്പോൾ എക്സാമ്പിൾ ഇവിടെ ഞാൻ ഇഫ് കണ്ടീഷൻ എഴുതി, ഇഫ് ലോജിക്കൽ ടെസ്റ്റ് ആയിട്ട് നമുക്ക് സെൽ സെലക്ട് ചെയ്തു. ഇവിടെ ലെസ് ദാൻ 5,000 ടൈപ്പ് ചെയ്തിട്ട് നമ്മൾ ഓപ്ഷൻ കൊടുക്കാൻ കോമ, ട്രൂ കണ്ടീഷൻ്റെ അവിടെ നമ്മൾ ടൈപ്പ് ചെയ്യണത് ആ സെല്ലുണ്ട്. ദാറ്റ് മീൻസ് ഇവിടെ സെൽ D14 ഇൻറ്റു 10%, ദാറ്റ് മീൻസ് അതിൻ്റെ 10% ബോണസ്. അടുത്ത കണ്ടീഷൻ ഇത്, ദാറ്റ് മീൻസ് ഇത് ഫെയിലിയർ ആണെങ്കിൽ, ഈ കണ്ടീഷൻ മെറ്റ് ചെയ്തില്ലെങ്കിൽ, ദാറ്റ് മീൻസ് 5,000 എബോവ് ആണെങ്കിൽ നമുക്കിവിടെ വരേണ്ടത് 15% ആണ്. സോ D14 ഇൻറ്റു 15% നെക്സ്റ്റ് ഓപ്ഷൻ ടൈപ്പ് ചെയ്തിട്ട് ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യാം. ഇപ്പോൾ നമുക്ക് ബ്രാക്കറ്റ് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഓപ്ഷൻ കിട്ടും. ദാറ്റ് മീൻസ് 5,001 ആയതുകൊണ്ട് ഇതിൻ്റെ കാൽക്കുലേഷൻ 15% ആണ്. ദാറ്റ് മീൻസ് 750.15. 5,000 15% പറയുന്നത് 750 ആണ്. ഇപ്പോൾ ഇവിടെ കാണാൻ 10,000 15% 1,500
1000 5000 താഴെ ആയതുകൊണ്ട് 100 ആണ് വന്നുള്ളത്. ഈ സിനാരിയോകളെല്ലാം നമുക്ക് എല്ലാ ബിസിനസ് നേച്ചറിലും ആവശ്യമായി വരുന്ന ഒരു ഫോർമുലയാണ് ഇഫ്. നന്നായി പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് സിനാരിയോയിൽ ഉപയോഗിക്കാൻ സാധിക്കും.